ഭർത്താവും ഭാര്യയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ആരാദ്യം മിണ്ടുമെന്നുള്ളതായിരുന്നു അവരുടെ വഴക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരും തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. എങ്കിലും ഭർത്താവിന് അതിരാവിലെ ഒരു സ്ഥലം വരെ പോകാനുള്ളത് കൊണ്ട് ഭാര്യയുടെ കിടക്കയിൽ ഒരു ചെറിയൊരു കുറിപ്പിൽ ഇപ്രകാരം എഴുതി വെച്ചു: നാളെ രാവിലെ 6:30 എന്നെ വിളിക്കണം. എന്നിട്ട് സുഖമായി നീണ്ടു നിവർന്ന് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ഭർത്താവ് എഴുന്നേൽക്കുമ്പോൾ സമയം 10 മണി. അവള് കാണിച്ച നെറുകേടിന് അവളെ ഭസ്മമാക്കിയിട്ടേ ഉള്ളൂ എന്ന മട്ടിൽ ഭർത്താവ് തുനിഞ്ഞിറങ്ങുമ്പോൾ കട്ടിലിനു മുകളിൽ മറ്റൊരു ചെറിയ കുറിപ്പ്: ചേട്ടാ എഴുന്നേൽക്ക്, സമയം 6 മണിയായി. സ്നേഹപൂർവ്വം സ്വന്തം ഭാര്യ. ചില തോറ്റുകൊടുക്കലും വിട്ടുകൊടുക്കലും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം അത്രമേൽ സുന്ദരമായി തീരുന്നത്. വേണ്ടപ്പെട്ടവർ മുമ്പിൽ നിങ്ങൾ തോറ്റുകൊടുക്കുമ്പോൾ നിങ്ങൾ ചെറുതാവുകയല്ല, മറിച്ച് അവരുടെ മുമ്പിൽ നിങ്ങൾ വലുതാവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സർവോപരി നിങ്ങൾക്ക് പരസ്പരം ഗാഢമായ സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു.